വേറൊരു വാർത്തയിലേക്ക് പോവുകയാണ്. നീറ്റ് പരീക്ഷാ ദിനത്തിൽ പ്രധാനമന്ത്രി ചെയ്ത ഒരു മാതൃക അതിപ്പം ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ ചർച്ചാ വിഷയമാണ്. നീറ്റ് UG പുനഃപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയിൽ ഒരു അസൗകര്യവും ഗതാഗത തടസ്സത്തിന്റെ പേരിൽ ഉണ്ടാകാതിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടത് 45 മിനിറ്റോളം വൈകിപ്പിച്ചു. അത് തികച്ചും മാതൃകാപരമായ നടപടിയെന്നാണ് ദേശീയ രാഷ്ട്രീയം ഒന്നടങ്കം വിലയിരുത്തുന്നത്. അതേസമയം തന്നെ ബംഗളൂരുവിലെ പാലസ് ഗ്രൗണ്ടിലേക്ക് നടന്ന കോൺഗ്രസ് പാർട്ടിയുടെ റാലി കാരണം വലിയ ഗതാഗത തടസ്സം ഉണ്ടായത് നീറ്റ് പരീക്ഷയ്ക്ക് സമയത്തെത്തിച്ചേരാൻ ചില വിദ്യാർത്ഥികൾക്ക് കഴിയാതാക്കിയതായും പരാതികൾ ഉയർന്നിട്ടുണ്ട്. അപ്പം അതുകൂടി ഹൈഫൈ പരിശോധിക്കുകയാണ്. പ്രധാനമന്ത്രിക്ക് ഇതിൽ കൈയടിക്കാം. നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് നീറ്റ്, അല്ലേ? ഇപ്പം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ സജീവമായിട്ട് ചർച്ചയായിട്ട് നിൽക്കുകയുമാണ്. ഇപ്പം ഈ നീറ്റ് പരീക്ഷയ്ക്കെന്ന് വെച്ചാൽ കൃത്യമായ സമയക്രമമൊക്കെയുണ്ട്. പലപ്പോഴും ഗതാഗത തടസ്സങ്ങളും അതല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ പ്രകടനങ്ങളും മറ്റുമൊക്കെ കാരണം പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തുന്നതിന് 1 മിനിറ്റ് വൈകിയാൽ പോലും കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കാറില്ല. നീറ്റ് പരീക്ഷ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഉടൻ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകുന്നതിന് പകരം അദ്ദേഹം വിമാനത്താവളത്തിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം തന്നെയാണ് കോൺഗ്രസിന്റെ റാലി കാരണം കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് കൃത്യസമയത്ത് എത്താൻ സാധിക്കാത്ത സംഭവവും രാജ്യത്തുണ്ടായത്, കർണാടകയിലുണ്ടായത്. പരീക്ഷാ ദിവസം റാലി നടത്തി വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചത് അനുചിതമായ നടപടിയാണെന്ന് രക്ഷിതാക്കളും മറ്റ് രാഷ്ട്രീയ കക്ഷികളും ആരോപിച്ചെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. ശരത് ലാൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ഡൽഹിയിൽ നിന്നും തത്സമയമുണ്ട്. ശരത് ലാൽ, പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ നീക്കത്തിന് എവിടെയായാലും പലപ്പോഴും ഗതാഗത നിയന്ത്രണ നടപടികളും നിയുക്ത റൂട്ടുകളിൽ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും അത് പോകാൻ വേണ്ടി വരും. ഇപ്പൊ ഇതിനിടയിൽ കുരുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളിൽ നീങ്ങി ഗതാഗതം നേരെയാക്കാൻ പിന്നെയും സമയമെടുക്കും. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ ഇത്തരം നിയന്ത്രണങ്ങൾ ബാധിക്കുമെന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പരീക്ഷ തുടങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം ഞായറാഴ്ച വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിച്ചത്. അത് ശരിക്കും നല്ലൊരു തീരുമാനവും മാത്രമല്ല രാജ്യത്തിനാകെ മാതൃകയായ തീരുമാനവുമായിട്ടാണ് രാജ്യത്ത് തന്നെ ദേശീയ മാധ്യമങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ വിലയിരുത്തുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടും പ്രതിഷേധവും ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അതിനൊക്കെ പ്രധാനമന്ത്രി ഇപ്പോഴും മൗനം തുടരുന്നുമുണ്ട്. പക്ഷേ ഈ നടപടി ശരിക്കും നന്നായി, അല്ലേ? അതെ, ശ്രീലക്ഷ്മി നേരത്തെ പറഞ്ഞ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈയടി കൊടുക്കാമെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞതിനോട് പൂർണ്ണ രൂപത്തിൽ ഞാൻ യോജിക്കുകയാണ്. കാരണം കൊൽക്കത്തയിൽ യോഗാ ദിനം കഴിഞ്ഞ് കൊൽക്കത്തയിൽ നിന്ന് തിരിച്ചു വന്ന പ്രധാനമന്ത്രി ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തുന്നു. എയർപോർട്ടിൽ എത്തുന്ന സമയം കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ 12:45-50 ടെക്നിക്കൽ ഏരിയയിൽ ലാൻഡ് ചെയ്യുന്നു. അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ 1 മണിയാവും. 1 മണിക്ക് പുറത്തിറങ്ങിയാൽ ഡൽഹി മുഴുവൻ ഏതായാലും ഒരു 40 മിനിറ്റ് സ്തംഭിക്കും. കാരണം ആ ഏരിയ, അതായത് എയർപോർട്ട് ഏരിയ, പ്രധാന ഗുഡ്ഗാവ്, അതുപോലെ പ്രധാനപ്പെട്ട റിംഗ് റോഡിൻ്റെ ഒക്കെ ഇടയിൽ വരുന്ന ഒരു സ്ഥലമാണ്. പാലത്തേക്കുള്ള അല്ലെങ്കിൽ കണ്ടോൺമെൻറ്റിലേക്കുള്ള വഴിയാണ്. അവിടെ ഒരു ജാം ഉണ്ടാകുകയാണെങ്കിൽ അത് പൂർണ്ണരൂപത്തിൽ പ്രധാനമന്ത്രി 15-20 മിനിറ്റ് കൊണ്ട് പോകും. പക്ഷേ അതുണ്ടാക്കുന്ന ട്രാഫിക് ജാം അത് ആ കുരുക്കഴിയാൻ മിനിമം 45 മിനിറ്റിലേറെ നടക്കും. ഇത് കറിഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഇതൊരു മാതൃക എന്ന രീതിയിൽ തന്നെ പ്രധാനമന്ത്രി വിമാനത്താവളത്തിലിരുന്നു. കൽക്കത്തയിൽ വന്നിട്ട് വിമാനത്താവളത്തിലെ ടെക്നിക്കലിലെ VIP ഏരിയയിൽ 45 മിനിറ്റിലേറെ സമയം കാത്തിരിക്കുന്നു. 2 മണി, അതായത് പരീക്ഷ തുടങ്ങിയ ശേഷം മാത്രമാണ് അദ്ദേഹം ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് അതായത് പഴയ 7th റേസ് കോഴ്സിലേക്കുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് റേസ് കോഴ്സിന് തൊട്ട് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വരുന്നത്. ഇപ്പോൾ ലോക കല്യാൺ എന്നാണ് അതിന് റോഡിന് പേരിട്ടിരിക്കുന്നത്. നേരത്തെ 7th റേസ് കോഴ്സ് ആയിരുന്നു, ഇപ്പോഴും റേസ് കോഴ്സ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വസതിയിലേക്ക് വരുന്നത്. അതുവരെ അതായത് വിദ്യാർത്ഥികളെ 1:30 മണിക്ക് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയ്ക്ക് പ്രവേശിക്കുന്ന സമയം 1:30 മണിക്ക് അവസാനിക്കും. പരീക്ഷ 2 മണിക്ക് തുടങ്ങും. ഇതിൻ്റെ ഇടയ്ക്ക് പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ ഡൽഹി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വരികയാണെങ്കിൽ ആ പ്രദേശത്ത് 24 നീറ്റ് കേന്ദ്രങ്ങളുണ്ട് എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ വളരെ വലിയ ഒരു കുരുക്കായി മാറുമായിരുന്നു. ആ ഗതാഗത കുരുക്കാണ് പ്രധാനമന്ത്രിയുടെ സംയോജിതമായൊരു നടപടി മൂലം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംയോജിതമായ ഇടപെടൽ മൂലം അദ്ദേഹം അല്ലെങ്കിൽ അവിടെ തങ്ങാൻ തീരുമാനിച്ചതുകൊണ്ട് മാത്രം പല വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതാൻ കഴിഞ്ഞത്, അതായത് കുരുക്കിൽപ്പെടാതെ. അതുതന്നെ ഒരു മാതൃക എന്ന് നമുക്ക് പറയാം. ശ്രീലക്ഷ്മി.
ഓക്കെ, ശരി ശരത്ത്, ശരി. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ ഈ തീരുമാനത്തിന്, ആ നടപടിക്ക് സത്യം പറഞ്ഞ രാജ്യം കൈയടിക്കുന്നുണ്ട്. ശരിക്കും അത് നന്നായി അല്ലേ? പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം നമുക്ക് പോകുമ്പോൾ അറിയാം. പ്രധാനമന്ത്രിയൊക്കെ വമ്പൻ തിരക്കുള്ള ആളുകളാണ്. അവർക്ക് ഓരോ നിമിഷവും അത്രയും വിലപ്പെട്ടതാണ്. പക്ഷേ എങ്കിലും 45 മിനിറ്റ് വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ, കാരണം ഇത്തവണ നടന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇതിലും കൂടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കംപ്ലീറ്റ് ആയിട്ട് തേഞ്ഞേനെ. അപ്പോൾ അതും കൂടെ പ്രധാനമന്ത്രിയുടെ ഓർമ്മയിലുണ്ട്. അത് നമ്മൾ പറഞ്ഞു തന്നെ പോകണം. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരു തരത്തിലും ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി 45 മിനിറ്റോളം വൈകിയാണ് അദ്ദേഹത്തിന്റെ യാത്ര പുനരാരംഭിച്ചത്. ശരിക്കും അടിപൊളി നടപടിയാണ്. അത് ഇനിയുള്ള എല്ലാ നേതാക്കളൊക്കെ അത് മാതൃകയാക്കിയാൽ കൊള്ളാം. ആ സെയിം ടൈമിലാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതിഷേധം ഉണ്ടാവുകയും 3 കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയൊരു സാഹചര്യവും നമ്മുടെ രാജ്യത്ത് ഉണ്ടായത്. അപ്പോൾ